ബംഗളൂരുവിലെ മാട്രിമോണിയൽ വെബ്സൈറ്റിലൂടെ പരിചയപ്പെട്ട യുവാവ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ നവ്യ ശ്രീയിൽ നിന്ന് 1,52,00,000 രൂപ തട്ടിയെടുത്തെന്ന് പരാതി. അന്വേഷണത്തിൽ യുവാവ് വിവാഹിതനാണെന്നും ഭാര്യ ഉൾപ്പെടെ യുവാവിന്റെ കുടുംബം മുഴുവൻ തട്ടിപ്പിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നും പോലീസിന് വിവരം ലഭിച്ചു. നവ്യശ്രീ എന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് തട്ടിപ്പിനിരയായത്. 2024 ഒക്കലിക മാട്രിമോണിയൽ വെബ്സൈറ്റിലൂടെയാണ് വിജയരാജ് ഗൌഡ എന്ന വിജിത് ബിയുമായി നവ്യ സൗഹൃദത്തിലാകുന്നത്. ബംഗളൂരു രാജാജി നഗറിലും സദാശിവ നഗറിലും ക്രഷറുകൾ, ലോറികൾ, ഭൂമി, റെസിഡൻഷ്യൽ പ്രോപ്പർട്ടികൾ എന്നിവയുൾപ്പെടെ VRG എന്റർപ്രൈസസിന്റെ ഉടമസ്ഥാവകാശമുള്ളയാളാണെന്ന് വിജയ് നവ്യയെയും നവ്യയുടെ കുടുംബത്തെയും വിശ്വസിപ്പിച്ചു. നവ്യശ്രീയുമായി വിവാഹത്തിനു വേണ്ട ഒരുക്കങ്ങൾ നടത്താൻ വിജയ് നവ്യയുടെ കുടുംബത്തെ അറിയിച്ചു. കഴിഞ്ഞ ഏപ്രിൽ 4-ന് തന്റെ അക്കൗണ്ടുകളിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച് ഫോൺ പേ വഴി 15,000 രൂപ വിജയ് കടമായി വാങ്ങി. ഇതായിരുന്നു തുടക്കം. പിന്നീട് ഒരുമിച്ച് ബിസിനസ് ചെയ്യാനെന്ന പേരിൽ വായ്പയെടുക്കണമെന്നും സുഹൃത്തുക്കളിൽ നിന്ന് പരമാവധി പണം സ്വരൂപിക്കാനും നവ്യയോട് ആവശ്യപ്പെട്ടു. കൊങ്കേരി മെട്രോ സ്റ്റേഷനിൽ വച്ച് വിജയ് തന്റെ കുടുംബാംഗങ്ങളെ പരിചയപ്പെടുത്തി. അച്ഛൻ കൃഷ്ണപ്പ ബി ഗൌഡ എന്ന ബോറെ ഗൌഡ, സഹോദരി സുഷദീപ കെ ഗൌഡ എന്ന സൗമ്യ, അമ്മ നേത്രാവതി കെ ഗൌഡ എന്നിവരെയാണ് വിജയ് നവ്യയ്ക്ക് പരിചയപ്പെടുത്തിയത്. ഇതിനു പിന്നാലെ വിജയുടെ ആവശ്യപ്രകാരം നവ്യ ആദ്യം 66 ലക്ഷം രൂപയും പിന്നീട് 23 ലക്ഷം രൂപയും കൈമാറി. പറഞ്ഞ ദിവസം കഴിഞ്ഞ് പണം തിരികെ നൽകാമോ എന്ന ചോദ്യത്തിന് തന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരിക്കുകയാണെന്ന് മറുപടി നൽകി. അതിനെ സാധൂകരിക്കാൻ കോടതി ഉത്തരവുകളെന്ന വ്യാജേന ചില പേപ്പറുകളും നവ്യയെ കാണിച്ചു. പിന്നെയും 30 ലക്ഷം രൂപയാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ യുവതി വിജയ്ക്ക് നൽകിയത്. 2024 മുതൽ നവ്യയുടെ അച്ഛൻ 10,50,000 രൂപയും അമ്മ തന്റെ വിരമിക്കൽ ഫണ്ട് ഉൾപ്പെടെ 18 ലക്ഷം രൂപയും സഹോദരങ്ങളിൽ നിന്ന് 5 ലക്ഷവും വിജയ്ക്ക് കൈമാറി. പിന്നീടുള്ള അന്വേഷണത്തിലാണ് വിജയ് സഹോദരി എന്ന് പരിചയപ്പെടുത്തിയ ആൾ അയാളുടെ ഭാര്യയാണെന്ന് മനസ്സിലാകുന്നത്. പണം തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ടതോടെ എല്ലാവരെയും കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി. വൻ തട്ടിപ്പിനെക്കുറിച്ച് പോലീസ് അന്വേഷണം കടുപ്പിച്ചതോടെ വിജയ് ഒളിവിൽ പോയിരിക്കുകയാണ്. വഞ്ചന, ക്രിമിനൽ ഗൂഢാലോചന, ഭീഷണിപ്പെടുത്തൽ എന്നീ കേസുകൾ ചുമത്തി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.